പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് 16ാമത്തെ ശ്ലോകത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഝൂലേലാലോധ ചൈതന്യ തിരുവള്ളുവരസ്തത നായന്മാരാൾവാരാശ്ച കമ്പശ്ച ബസവേശ്വര. 15ാമത്തെ ശ്ലോകം വരെ നാം ആചാര്യന്മാരെ കുറിച്ചും വീരന്മാരെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഇവിടെ അടുത്ത ശ്ലോകം, അതായത് ഈ 16ാമത്തെ ശ്ലോകം, സാമൂഹ്യ പരിഷ്കർത്താക്കളായ മഹാത്മാക്കളെ സ്മരിക്കുന്നതാണ്. ഝൂലേലാൽ ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധ്, ചൈതന്യൻ ബംഗാൾ, തിരുവള്ളുവർ, നായനാർമാർ, അഗർവാൾമാർ, കമ്പർ 4 പേരും തമിഴ്നാട്ടുകാർ, ബസവേശ്വരൻ കർണാടക എന്നിവരെയാണ് 16ാമത്തെ ശ്ലോകത്തിൽ സ്മരിക്കുന്നത്. ഇന്ന് ആദ്യം നമുക്ക് അറിയേണ്ടത് ഝൂലേലാൽ ആരാണ്? ഇസ്ലാമിൻ്റെ കടന്നാക്രമണത്തെ ചെറുത്ത ഝൂലേലാലിനെ സംബന്ധിക്കുന്ന കഥ രോമാഞ്ചദായകമാണ്. ഭാരതത്തിൽ ആദ്യത്തെ ഇസ്ലാമിക കടന്നാക്രമണം ഉണ്ടായത് സിന്ധ് പ്രദേശത്താണ്. അവിടേക്ക് ആക്രമിച്ചു കയറിയ അറബ് സേനകൾ 30 വർഷത്തിനുള്ളിൽ തൂത്തെറിയപ്പെട്ടെങ്കിലും 10ാം നൂറ്റാണ്ടോടെ തുർക്കിയുടെ ഒരു വശം സിന്ധിൽ തങ്ങളുടെ രാജ്യഭരണം സ്ഥാപിച്ചു. അതിൽ ദട്ട തലസ്ഥാനമാക്കി ഭരിച്ച മർക്കഷാഹ് എന്ന രാജാവ് ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നത് വിനോദമാക്കിയ അപരിഷ്കൃതനായ തുർക്കി രാജാവായിരുന്നു. ഹിന്ദുക്കൾ നിശ്ചിത ദിവസത്തിനകം മതം മാറി മുസ്ലിമായില്ലെങ്കിൽ കൂട്ടക്കൊല ചെയ്യുമെന്ന് അയാൾ ഭീഷണി മുഴക്കി. ഭയന്ന് ഹിന്ദുക്കൾ സാവകാശം ചോദിച്ചു. രാജാവ് അത് അനുവദിച്ചു. ഹിന്ദുക്കൾ സിന്ധു നദീതീരത്ത് ഒന്നിച്ചു ചേർന്ന് 40 ദിവസം വരുണദേവനെ പൂജിച്ചു. 40ാം ദിവസം വരുണദേവന്റെ അശരീരി ഉണ്ടായി. താൻ രത്തൻലാൽ ഠാക്കൂറിൻ്റെയും ദേവകി മാതാവിൻ്റെയും പുത്രനായി ജനിച്ച് നിങ്ങളെ രക്ഷിക്കുമെന്നായിരുന്നു അത്. വിക്രമവർഷം 650, അതായത് യുഗാബ്ദം 3596 ചൈത്ര ശുക്ല ദ്വിതീയ നാളിൽ വരുണാവതാരമായി പിറന്ന പുത്രന്റെ മാതാപിതാക്കൾ ഉഡേര അഥവാ ഉദയചന്ദ് എന്ന് പേരിട്ടു. കുട്ടി തന്നെത്താൻ തൊട്ടിലാട്ടുന്നത് കണ്ട് പിന്നീട് അവന്റെ പേര് ഝൂലേലാൽ, ഝൂലേലാൽ, ഝൂലാം ഊഞ്ഞാൽ, ലാൽ ഓമന എന്ന അർത്ഥത്തിൽ ഝൂലേലാൽ എന്നായി. ഝൂലേലാലിന്റെ ബുദ്ധിശക്തിയും വിനോദ പ്രകൃതിയും പ്രസിദ്ധമായി. ശസ്ത്രശാസ്ത്രങ്ങളിൽ വിദഗ്ധനായിരുന്ന ഝൂലേലാൽ ഗുരു ഗോരഖ്നാഥിൽ നിന്ന് അലഘ് നിരഞ്ജൻ എന്ന മന്ത്രദീക്ഷ നേടി. ജനദ്രോഹിയായ മർക്കഷാഹിന് ഹിന്ദുക്കൾ തനിക്കെതിരായി പൂജ നടത്തുന്ന വിവരവും വരുണപ്രസാദമായി ഝൂലേലാൽ ജനിച്ച വിവരവും അറിയാമായിരുന്നു. അതിനെ വെറും അന്ധവിശ്വാസമായി അയാൾ പുച്ഛിച്ചു തള്ളി. മാത്രമല്ല തൻ്റെ ഭീഷണി പുനരാവർത്തിക്കുകയും ചെയ്തു. നിത്യവും രാവിലെ മതം മാറിയ ഹിന്ദുക്കളുടെ 1.25 മണ്ണ്, അതായത് 50 കിലോ പൂണൂൽ കണി കണ്ടതിനു ശേഷമേ അദ്ദേഹം ഭക്ഷണം കഴിക്കൂ. ഇതായിരുന്നു ഈ മതഭ്രാന്തനായ രാജാവിൻ്റെ നിശ്ചയം. അതിനായി അദ്ദേഹം വ്യാപകമായി കൊള്ളയും കൊലപാതക പരമ്പരയും നടത്തിക്കൊണ്ടിരുന്നു. ജനങ്ങൾ ഝൂലേലാലിന്റെ ഈശ്വരീയ ഭാവത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. അതിനാൽ അവർ ക്ഷമയോടെ മർക്കഷാക്കിന്റെ അക്രമങ്ങൾ സഹിച്ചു. ഝൂലേലാലിന്റെ ഇളയമ്മ അവനെ അങ്ങാടിയിലേക്ക് അയച്ചു. അവൻ വാങ്ങിയ സാധനങ്ങളുടെ പകുതി പാവങ്ങൾക്ക് കൊടുത്ത് ബാക്കി പകുതി സിന്ധു നദിയിലേക്കിടും. വൈകുന്നേരമായാൽ സിന്ധുവിൽ നിന്നൊരു കലത്തിൽ സാധനങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിലെ ഇളയമ്മയ്ക്ക് കൊടുക്കും. ചാരപ്പണിക്ക് ഇളയമ്മ അയച്ച ആളുകൾ ഈ അത്ഭുത പ്രവർത്തനം കണ്ടു മനസ്സിലാക്കി നാട്ടുകാരെയും ഇളയമ്മയെയും അറിയിച്ചു. അതോടെ ജനങ്ങളുടെ മനസ്സിൽ ഝൂലേലാൽ വരുണന്റെ അവതാരം തന്നെ എന്നുറപ്പായി. ഈ അത്ഭുത പ്രവർത്തനങ്ങൾ മർക്കഷായും കേട്ടിരുന്നു. അയാൾ തൻ്റെ മന്ത്രിയെ ഒരു വിഷപുഷ്പവുമായി ഝൂലേലാലിൻ്റെ അടുത്തേക്ക് അയച്ചു. മന്ത്രി ഝൂലേലാലിൻ്റെ മുന്നിൽ ചെന്ന്, എന്നാൽ മന്ത്രി അവിടെ ബോധം കെട്ടു വീണു. ഝൂലേലാൽ ഭരണാധികാരിക്ക് ഒരു സന്ദേശം കൊടുത്തയച്ചു. ഈശ്വരനും അല്ലാഹുവും ഒരേ ഭഗവാന്റെ പേരാണെന്നും മതത്തിന്റെ പേരിൽ പ്രജകളെ പീഡിപ്പിക്കുന്നത് നിർത്തണമെന്നുമായിരുന്നു ആ സന്ദേശം. എന്നാൽ ആ നരാധമൻ വഴങ്ങിയില്ല.
അയാൾ ഒരു സേനാനായകനെ ഝൂലേലാലിനെ കൊല്ലാനയച്ചു. സേനാനായകൻ കണ്ടത് ബാലനായ ഝൂലേലാൽ പെട്ടെന്ന് വൃദ്ധനാവുകയും തുടർന്ന് യോദ്ധാവായി കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നതുമാണ്. തിരിച്ചോടിയ സേനാപതി രാജാവിനെ വിവരമറിയിച്ചു. അന്ന് രാത്രി മർക്കശാഖ് ഇത് സ്വപ്നം കണ്ടിട്ടും അയാളുടെ അക്രമ സ്വഭാവം വെടിഞ്ഞില്ല. പൊടുന്നനെ സിന്ധുവിലെ ജലം നാലുപാടു നിന്നും നഗരത്തെ വളയുകയും മർക്കശാഹയും നിരവധി ഭടന്മാരും വെള്ളത്തിൽ മുങ്ങിമരിക്കുകയും ചെയ്തു. പിന്നീട് ഝൂലേലാലിന്റെ ഭരണകാലമായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ദരിയാശാഖ്, ദരിയ നദി എന്ന് വിളിച്ചു. ഝൂലേലാൽ പഘാഡ് എന്ന യുവാവിനെ തൻ്റെ ആധ്യാത്മിക ഉത്തരാധികാരിയായി തെരഞ്ഞെടുത്തു. ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് അമ്പലം പണിയുവാൻ സ്ഥലം ആവശ്യപ്പെട്ട ഝൂലേലാലിനോട് കാത്തുനിൽക്കുവാൻ പറഞ്ഞ് ആ വീട്ടിലെ സ്ത്രീകൾ ഉള്ളിലേക്ക് പോയി. തിരിച്ചു വന്ന് അവർ കണ്ടത് ഝൂലേലാലിന്റെ കുന്തം ഭൂമിയിൽ തറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെള്ളമൊഴുകുന്നതാണ്. അദ്ദേഹത്തിന് തണലേകാൻ ഒരു മരവും പൊട്ടിമുളച്ച് വലുതായി നിൽക്കുന്നത് കണ്ടു. ആ ഭൂമിയിൽ പണിയുന്ന അമ്പലത്തിന്റെ മേൽനോട്ടക്കാരായി ആ മുസ്ലിം കുടുംബം നിയുക്തരായി. ആ ഗ്രാമത്തിന് ഉഡേരാ ലാൽ എന്ന് പേരിടുകയും ചെയ്തു. പാകിസ്ഥാനിലെ സിന്ധ് സംസ്ഥാനത്തുള്ള ആ സ്ഥലത്ത് സിന്ധി ജനത ഇന്നും വലിയ ഉത്സവമായിട്ട് ഇത് ആഘോഷിക്കുന്നു. തൻ്റെ ഓർമ്മയ്ക്കായി വെളിച്ചവും വെള്ളിപ്പാത്രവും വെക്കണമെന്ന് ഝൂലേലാൽ പറഞ്ഞ നിർദ്ദേശം സിന്ധി ജനത ഇന്നും പാലിക്കുന്നു. ഒരു മെഴുകുതിരിയും വെള്ളപ്പാത്രവുമാണ് അവർ പൂജാസ്ഥലത്ത് വെക്കുന്നത്. മത്സ്യത്തിന്റെ മീതെ ഇരിക്കുന്നതായിട്ടാണ് ഝൂലേലാലിന്റെ ചിത്രം കാണപ്പെടുന്നത്. താജാഹാർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം സിന്ധു നദിയിൽ തിരോധാനം ചെയ്തു. ക്രിസ്തുവർഷം 1356 ആ സ്ഥാനത്ത് ഒരു വലിയ സമാധി മന്ദിരം പണിയപ്പെട്ടു. എല്ലാ വ്യാഴാഴ്ചയും സിന്ധിലെ ജനങ്ങൾ ഝൂലേലാലിനെ പ്രത്യേക പൂജയിലൂടെ സ്മരിക്കുന്നു. ഝൂലേലാൽ എന്ന മഹാത്മാവിനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം പ്രണമിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.